പനങ്കള്ള് കുടിക്കാൻ മാത്രമായി കൊല്ലങ്കോട്ടേക്ക് ഒരു യാത്ര പോയി. കൂടെ സുഹൃത്തുക്കളും അവിടെ ചില പരിചാരകരും കക്ഷികളുമൊക്കെയുണ്ട്. ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ പതിവുള്ളതാണ് എല്ലാവരും കൂടിയുള്ള ഈ യാത്ര. കൊല്ലങ്കോട് ടൗൺ എത്തുന്നതിന് മുൻപ് വണ്ടി സൈഡാക്കി ഫോണിൽ കറുപ്പനെ വിളിച്ചു. കറുപ്പൻ പനയുടെ മുകളിലാണ്. രാവിലെ 8 മണി ആയതേയുള്ളൂ. കറുപ്പൻ അരമണിക്കൂറിനുള്ളിലെത്തി. കയ്യിൽ സാധനമുണ്ട്. നേരെ നടവരമ്പിലൂടെ കറുപ്പൻ്റെ വീട്ടിലേക്ക് വെച്ചടിച്ചു. കറുപ്പൻ്റെ വീടിനോട് ചേർന്നൊരു ദൈവപ്പുരയുണ്ട്. അവിടെ കരിങ്കല്ലിൽ ദേവീപ്രതിഷ്ഠയുണ്ട്. ചുവപ്പ് പട്ടെടുത്ത് തെച്ചിയും ചെമ്പരത്തിയും തുളസിയുമൊക്കെയുള്ള മാലയണിഞ്ഞ് ചൈതന്യമായി ദേവി വിഗ്രഹം. ഞങ്ങൾ കറുപ്പൻ്റെ ചെറിയ വീടിൻ്റെ കോലായിൽ ഇരുന്നു. ചില്ലുഗ്ലാസുകളിൽ കള്ളരിച്ചൊഴിച്ച് കറുപ്പൻ ഞങ്ങൾക്ക് പകർന്നു നൽകി. നനുത്ത മധുരമുള്ള ഇളങ്കള്ള്. കുടിക്കുന്നതിനു മുൻപായി ഫ്രാൻസിസ് ദക്ഷിണ വെച്ച് കറുപ്പൻ്റെ അനുഗ്രഹം വാങ്ങി. മടുമടാന്ന് കള്ളു കുടിച്ച് തല പിമ്പിരിയായി ഞങ്ങളിരുന്നു. കറുപ്പിന് ചില കർമ്മങ്ങളൊക്കെ വശമുണ്ട്. മാട്ട്, മാരണം, വശീകരണം ഇത്യാദി കാര്യങ്ങൾക്കായി തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ എത്തുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നാടൻ കോഴിക്കറിയുമായി കറുപ്പൻ്റെ ഭാര്യ എത്തി. ഉണങ്ങി മെലിഞ്ഞ് ചുവന്ന പട്ടെടുത്ത് സ്ത്രീ. ഇന്നലെ വരുമെന്നറിയിച്ചതിനാൽ നേരത്തെ എഴുന്നേറ്റ് ഞങ്ങൾക്കായി കോഴിക്കറി വെച്ചിരിക്കുന്നു. നേരം 10 മണിയാവുന്നതേയുള്ളൂ. അന്നത്തെ കർമ്മങ്ങൾക്കുള്ള കൂട്ടർ എത്തിത്തുടങ്ങി. കറുപ്പൻ ജാഗരൂകനായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. കാലുറയ്ക്കാതെ വേച്ചു പോകുന്ന ഞങ്ങളെ നോക്കി. അപ്പോൾ അങ്ങനെയാകട്ടെ എന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ദൈവപുരയിലേക്ക് നടന്നു. അഭിഭാഷകരായ ഞങ്ങൾക്ക് പോലും സാധിക്കാത്ത കറുപ്പൻ്റെ വൈഭവത്തെക്കുറിച്ചോർത്ത് ഞങ്ങൾ വണ്ടി ലക്ഷ്യമാക്കി നടന്നു. ഡ്രൈവർ അടുത്ത താവളത്തിലേക്ക് നയിച്ചു. വിജനത കൊണ്ട് കാട്ടുപ്രദേശം പോലെ പരന്നു കിടക്കുകയും ഇടയ്ക്ക് കരിമ്പനകളും കറുത്ത പാറക്കൂട്ടങ്ങളും മാത്രം കാണപ്പെട്ട ചെമ്മൺ പാതയിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഓടിട്ട പുരയും കയ്യാലയും വിജനമായി കാണപ്പെട്ടു. കുറച്ചപ്പുറത്തുള്ള പന്നി ഫാമിലും ആടുഫാമിലുമൊക്കെ ഞങ്ങൾ ചുറ്റി നടന്നു. പോളിനെ കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ. അയാൾ എവിടെ പോയി കിടക്കുന്നു? പണിക്കാരെയും പരിസരത്തൊന്നും കാണുന്നുമില്ല. ഒരു വലിയ കുളത്തിനരികിലെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന കിളിച്ചുണ്ടൻ മാവിൻ്റെ നിഴലിൽ ഞങ്ങളിരുന്നു. പായൽ പിടിച്ച വെള്ളത്തിലേക്ക് നോക്കി കുര്യൻ മുഴുത്ത തെറി വിളിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ റോയ് പോൾ പെട്ടത്. അയാൾ കുളത്തിൽ നിന്ന് കയറി വരികയാണ്. എക്സൈസുകാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്വസിക്കാൻ ഉപയോഗിച്ച ചെറിയ പൈപ്പിൻ കഷ്ണം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നല്ല സ്വയംബൻ വാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എക്സൈസുകാർ വന്ന് അതെല്ലാം പൊക്കി. ആരോ ഒറ്റിയതാണ്. അവർക്ക് റോയ് പോളിനെ കിട്ടിയില്ല. അയാൾ ഓടി രക്ഷപ്പെട്ടു. വണ്ടിയുടെ ശബ്ദം കേട്ട് എക്സൈസാണെന്ന് കരുതി കുളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ സാധനമൊന്നുമില്ല. റോയ് പോളിൻ്റെ അവസ്ഥയൊന്നും കുര്യന് പ്രശ്നമല്ല. ഉണ്ട് സാറേ, കുറച്ച് ഞാൻ കൂളാകാൻ കുളത്തിലിട്ടിട്ടുണ്ട്. അതവർക്ക് കിട്ടിയിട്ടില്ല. നീയാളൊരു മിടുക്കൻ തന്നെ. നീയൊന്നും കൊണ്ടും പേടിക്കണ്ട. നിന്റെ ജാമ്യമൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. എക്സൈസ് വരുന്ന സമയത്ത് നീ നാട്ടിലുണ്ടായിരുന്നു. സാധനം നിൻ്റെയല്ല. എന്താ പോരെ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. കുര്യൻ സാർ പേടിക്കണ്ട. നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സമാധാനമായി കയറിയിരുന്നാട്ടെ. റോയ് പോൾ വീണ്ടും കുളത്തിലേക്കിറങ്ങി. ഒരു വലയിൽ കുരുക്കിയിട്ടിരിക്കുന്ന കോർക്കുകൊണ്ട് അടച്ചുറപ്പിച്ച 6 ബിയർ കുപ്പികൾ പുറത്തെടുത്തു. തെളിനീരു പോലെയുള്ള ശുദ്ധവാറ്റ്. മനം കുളിർത്ത് 4 പേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി. റോയ് പോൾ ആർക്കോ ഫോൺ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു കാർ വീടിന് മുന്നിലെത്തി. അവർക്കുള്ള ഭക്ഷണവുമായി പെണ്ണുങ്ങൾ വന്നു. കുടിയും കളിയുമായി അവർ രാത്രി ചെലവഴിച്ചു. തിരിച്ച് നാട്ടിലേക്ക് റോയ് പോളും ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിലും എക്സൈസുകാർ ചെന്നിരുന്നു. ജാമ്യം ശരിയാക്കിയിട്ട് വേണം ഇനി കൊല്ലങ്കോട്ടേക്ക് മടങ്ങാൻ. സമ്പന്നനായ റോയ് പോളിന് പല സ്ഥലങ്ങളിലും കൃഷിഭൂമി ഉണ്ടായിരുന്നു. കൃഷിയും അല്ലറ ചില്ലറ ചുറ്റിക്കളിയുമായി റോയ് പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കിയത് നശിപ്പിക്കാനൊരു അസുരവിത്ത്. റോയ് പോളിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം അതായിരുന്നു. വീട്ടിലെത്തിയത് പാതിര കഴിഞ്ഞിട്ടായിരുന്നു. റോയ് പോളിനെ ഔട്ട് ഹൗസിലാക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അകത്തും വിളക്കുകൾ തെളിഞ്ഞിരുന്നു. സാധാരണ വാസേട്ടൻ അടുക്കളയോട് ചേർന്ന മുറിയിലാണ് ഉറങ്ങാറ്. ഇന്ന് സ്വീകരണ മുറിയിലും ബെഡ്റൂമിലുമൊക്കെ വെളിച്ചമുണ്ട്. വീട്ടിൽ ഗസ്റ്റായി ആരോ ഉണ്ടെന്ന് മനസ്സിലായി. വാസേട്ടൻ വിളിച്ചറിയിക്കാതിരിക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കാൻ അനുവാദമുള്ളവരായിരിക്കും. കോളിംഗ് ബെൽ ശബ്ദിക്കുന്നതിന് മുൻപേ സ്വാതി വാതിൽ തുറന്നു. അങ്കലാവണ്യം പ്രകടമാവുന്ന തരത്തിൽ രാവാട ധരിച്ചിരിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. സന്തോഷം അടക്കാനായില്ല. ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇനി ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. എൻ്റെ കള്ളക്കാമുകനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. അയാൾക്ക് എതിർപ്പില്ലാത്ത കാര്യം. ഒഴുക്കിലെ പൊങ്ങുതടി പോലെയുള്ള പോക്കിൽ സ്വാതിയും ഒപ്പം കൂടട്ടെ. വിവാഹം ഉടമ്പടിയിൽ സ്വാതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച് താമസിക്കുക, മടുക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും പിരിയുക. നല്ലൊരാശയമല്ലേ അത്?
ചുമതലകളോ കടപ്പാടുകളോ ഇല്ല. ശരീരത്തിൻ്റെ ഉത്സവം ആവോളം ആസ്വദിക്കുക. മടുപ്പ് തോന്നിയാൽ പിന്മാറുക. അത്രയുള്ളൂ. പ്രതീക്ഷകളോ പരിഭവങ്ങളോ പരാതികളോ ഇല്ലാത്ത രസകരമായ ബന്ധം. സ്വാതിക്കറിയാമായിരുന്നു എന്നെ അവളിൽ മാത്രമായി തളച്ചിടുക അസാധ്യമായ കാര്യമാണെന്ന്. എനിക്കുള്ള അവിഹിതങ്ങളെല്ലാം അവൾക്കറിയാമായിരുന്നു. ഒരു യോനി മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാണെന്നും ഒരുപക്ഷേ ലോകത്തൊരിടത്തും സമാനമായതൊന്ന് ഉണ്ടാവില്ലെന്നുമൊക്കെ നല്ല മൂടുള്ള സമയത്ത് ഞാൻ വിളിച്ചു പറയാറുണ്ട്. സംയോഗത്തിന് വേണ്ടി മതിലുകളോ രാജ്യാതിർത്തികളോ താണ്ടിയേക്കാം ക്ഷണികമായ സുഖം തേടിയുള്ള യാത്രകൾ. പ്രശസ്തരായ എത്രയോ പേരുടെ മാനവും തൊഴിലും നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയിലേക്ക് ആകൃഷ്ടരാകാതിരിക്കാൻ മനുഷ്യന് കഴിയില്ല. നീചകൃത്യങ്ങൾ ചെയ്യുന്നവർക്കറിയാം ഒരുനാൾ പിടിക്കപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും. എന്നിട്ടും കൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നില്ല. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്. 100% സുരക്ഷിതമായ ബന്ധങ്ങൾ മാത്രം നിലനിർത്തുക. അല്ലാത്തവ ഒഴിവാക്കുക. അല്ലെങ്കിൽ അവ നമ്മെ പൂർണ്ണമായും അപായപ്പെടുത്തും. എത്ര ദൃഷ്ടാന്തങ്ങൾ വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കും. എല്ലാ മേഖലകളിലും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവിവാഹിതനായി മദിച്ച് നടക്കുന്നതിനാൽ കുറച്ചു കൂടുതൽ പേർ. എല്ലാ മേഖലകളിൽ നിന്നുള്ളവർ. അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉയർച്ചകൾക്ക് അവരുടെയെല്ലാം അറിവും സഹകരണവും എപ്പോഴും ഉറപ്പാക്കിയിരുന്നു. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വഴിവിട്ട് സഹായം ചെയ്ത് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കുന്ന പ്രകൃതവുമായിരുന്നു. ഒരിക്കൽ സ്വാതിയോട് അരുൺ ഘോഷിൻ്റെ തകർന്ന പ്രണയബന്ധത്തെക്കുറിച്ച് പറഞ്ഞതോർക്കുന്നു. അതെങ്ങനെയെങ്കിലും നേരെയാക്കണമെന്ന ആഗ്രഹത്തോടെ യോഗീഷ് അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്തു. 2 പേരും ലോ കോളേജിൽ സഹപാഠികൾ. ഹോസ്റ്റലിൽ ഒരു മുറിയിലായിരുന്നു താമസം. ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് മെസ്സിൽ നിന്ന് ആഹാരം ലഭിക്കണമെങ്കിൽ ഒരു മാസത്തെ ഭക്ഷണസംഖ്യ അഡ്വാൻസായി അടച്ചിരിക്കണം. മെസ് ഫീ അടയ്ക്കാൻ യോഗേഷിൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും പണം വരണമെങ്കിൽ ഒരു മാസം കഴിയും. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ നല്ലൊരു സംഖ്യ ചെലവാകും. എല്ലാം കൊണ്ടും ധർമ്മസങ്കടത്തിലായ എനിക്ക് തുണയായത് അരുൺ ഘോഷിൻ്റെ സഹായമായിരുന്നു. സുഹൃത്തുക്കളുടെ പക്കലൊന്നും ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടായിരുന്നില്ല. കോളേജിന് സമീപത്ത് സ്റ്റേഷനറിക്കട നടത്തുന്ന അരുൺ ഘോഷിനോട് നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. അരുൺ ഘോഷ് സഹായിച്ചു. 1-2 തവണ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ആ ബന്ധം വളർന്നു. ഒഴിവുള്ള സമയത്തെല്ലാം കടയിൽ ചെന്നിരുന്നു. വിശേഷങ്ങൾ പങ്കുവച്ചു. അരുൺ ഘോഷിന് പ്രണയമുണ്ടായിരുന്നു. അയാളുടെ അമ്മാവൻ്റെ വീടിനടുത്തുള്ള പെൺകുട്ടി. അരുൺ ഘോഷ് കടയിലേക്ക് വരാനുള്ള സൗകര്യത്തിനായി അമ്മാവൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കോളേജ് കാലം കഴിഞ്ഞതോടെ അരുൺ ഘോഷിനെ വല്ലപ്പോഴും കാണും. തിരക്കുപിടിച്ച തൊഴിൽ യാത്രകൾക്കിടയിൽ ബസ്സിൽ വെച്ചായിരിക്കും. സ്നേഹത്തോടെ കൈപിടിച്ചു കുലുക്കി കുശലാന്വേഷണം നടത്തി ഞങ്ങൾ പിരിയും. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് അവിചാരിതമായി അരുൺ ഘോഷ് വന്നു കയറി. സ്വീകരണ മുറിയിൽ സ്വാതി ഇരിക്കുന്നുണ്ട്. ഓഫീസ് മുറിയിലിരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് കേൾക്കാം. നേരം പോക്കൊന്നുമില്ലാതാകുമ്പോൾ അവൾ ഇതൊരു പതിവാക്കിയിരുന്നു. തെളിച്ചമില്ലാത്ത മുഖം, കട്ടിയുള്ള മീശ പാതിയും നരച്ചിരിക്കുന്നു. കണ്ണിന് താഴെ മുലക്കണ്ണ് പോലെയൊരു അരിമ്പാറ. ജീവിതം ക്ലേശകരമാണെന്ന് വിളിച്ചു പറയുന്ന മുഖത്തെ ചുളിവുകൾ. പ്രാരാബ്ധക്കാരനായ അരുൺ ഘോഷാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഞാൻ കുടുംബത്തെ ഏറെ സ്നേഹിച്ചു. വീട്ടിലുള്ളവരുമായി സ്നേഹം പങ്കിട്ടു. 2 പെൺകുട്ടികൾക്കും അച്ഛൻ എന്നാൽ ജീവനാണ്. വീട്ടുകാര്യങ്ങൾ കാര്യപ്രാപ്തിയോടെ നോക്കി നടത്തുന്ന ഭാര്യ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. അമ്മയുടെ മരണത്തോടെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമായി. സഹോദരിമാർ വല്ലപ്പോഴും വീട്ടിൽ വന്നാലായി. കടയിൽ പഴയ പോലെ കച്ചവടമില്ലാതായി. വിറ്റ സാധനങ്ങൾക്ക് പകരം കൊണ്ടുവയ്ക്കാൻ പോലും സാധിക്കാതെയായി. ചുറ്റുപാടും മാളുകളും സൂപ്പർ മാർക്കറ്റുകളും വന്നതോടെ എനിക്ക് മാത്രമല്ല പലർക്കും ബിസിനസ് നഷ്ടക്കച്ചവടമായി. ഇതിനിടയിൽ വീട്ടുകാര്യങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിയതോടെ ഭാര്യ അലീനയും ജോലിക്ക് പോകാൻ തുടങ്ങി. നഗരത്തിലെ സൂപ്പർ മാർക്കറ്റിൽ ഫുഡ് പാക്ക് ചെയ്യുന്ന പണി. ചേറിക്കൊഴിച്ച് കല്ലില്ലാതെ പാക്ക് ചെയ്യുന്ന ജോലി. ഞങ്ങൾക്ക് കുറികൾ വയ്ക്കണം. ചിലതെല്ലാം വീഴ്ചയായി. ഒന്നും വലിയ കുറികളല്ല. നടത്തിപ്പുകാർ, പൂരക്കമ്മിറ്റികൾ, മരണാനന്തര സഹായ സമിതികൾ എന്നിവയൊക്കെയാണ്. പലപ്പോഴും തവണകൾ അടക്കുന്നത് അവധി വാങ്ങാൻ ഞങ്ങൾ അവളെ പറഞ്ഞയക്കും. കാശില്ലാതെ അവിടെ ചെന്ന് നിൽക്കാൻ എനിക്ക് മടി. ആദ്യമൊക്കെ അവൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ നിർബന്ധം കൊണ്ടാണ് പോയി തുടങ്ങിയത്. ചിലർ 2-3 നറുക്ക് കുറി വെച്ച് നിർത്തിപ്പോകും. അങ്ങനെയുള്ള കുറികൾ വേണമെങ്കിൽ നമുക്ക് സ്വന്തം പേരിലേക്ക് നടത്താം. പരിചയവും അടുപ്പം മുതലാക്കി അവൾ അങ്ങനെ ചില കുറികൾ വിളിച്ചെടുത്തു. അവിടെ നിന്നെടുത്ത് ഇവിടെ വയ്ക്കുക. അങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെയായി അവൾ സകല പ്രശ്നങ്ങളും എടുത്ത് തലയിൽ വെച്ചു. ഞാനാണെങ്കിലോ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന മട്ടിൽ യാതൊന്നിലും ഇടപെടാതെ നടക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. അലീനയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന്. കാശിൻ്റെ തിരിമറികളിൽ അവൾ പെട്ടുപോയിരിക്കുന്നു. ചോദ്യം ചെയ്യലും ഒത്തുതീർപ്പും ചെയ്യലുമൊക്കെ
കാര്യങ്ങൾ കൈവിട്ടുപോയി. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഞാനാണെന്ന് അവളുടെ പക്ഷം. വീട്ടുകാര്യങ്ങൾക്ക് പണം തരില്ല, എല്ലാം അവൾ കണ്ടെത്തണം. ഇനി അവൾക്ക് എന്നോടൊപ്പം ജീവിക്കണ്ട. അവൾ ഇഷ്ടമുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ പോകുകയാണെന്ന് വാശി പിടിച്ചു. ഞാൻ വിഷമാവസ്ഥയിലായി. വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികൾ വീട്ടിലുള്ളപ്പോൾ അമ്മ വേറൊരുത്തൻ്റെ കൂടെ പോയാൽ അവരുടെ ഭാവി എന്താകും? എന്നെ അലട്ടിയ പ്രശ്നം അതായിരുന്നു. അവളോടൊപ്പം ജീവിക്കണമെന്നോ അവൾ എന്നെ വഞ്ചിക്കുന്നോ തോന്നിയിട്ടില്ല. മകളുടെ ഭാവി, അവളുടെ ജീവിതം, അതായിരുന്നു പ്രശ്നം. ഞാൻ പലരെയും സമീപിച്ച് അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ആ നീക്കം വിജയിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവസാനം ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ അവളെ അവൾക്കിഷ്ടമുള്ള ആളോടൊപ്പം വിവാഹം കഴിച്ചയക്കാമെന്ന്. അങ്ങനെ ഒരാളില്ലെങ്കിൽ പറ്റിയ ഒരാളെ കണ്ടെത്തി വിവാഹം കഴിച്ചയക്കാം. അവസാനം അവൾ സമ്മതിച്ചു. ഇപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ സമാധാനിച്ചിരിക്കുകയായിരുന്നു. അവൾ പിടിവാശിയൊക്കെ ഉപേക്ഷിച്ച് നല്ലൊരു അമ്മായിയമ്മയായി ജീവിച്ചു കൊള്ളുമെന്ന്. എന്നാൽ അവൾ മക്കളുടെ വിവാഹം കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നോട് വാക്കുപാലിക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ കാമുകൻ അവിവാഹിതനായിരുന്നു. സപ്ലൈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ. ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച്, അല്ലെങ്കിൽ തോന്നിവാസിയായി ജീവിച്ച് ഇപ്പോൾ തണലൊരുക്കാൻ വെമ്പി നടക്കുന്ന ആൾ. വേറെ നിവൃത്തിയില്ല. ഞാൻ വാക്കുപാലിക്കണമല്ലോ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിവാഹമോചന കേസ് ഫയൽ ചെയ്യണം. ഞങ്ങൾ ഒപ്പിടാൻ കോടതിയിലേക്ക് വരാം. എല്ലാ രേഖകളും കൊണ്ടുവന്നിട്ടുണ്ട്. അരുൺ ഘോഷ് കയ്യിലെ ഫയൽ എൻ്റെ നേരെ നീട്ടി. ഞാനത് വാങ്ങി ടീപ്പോയിലേക്ക് വെച്ചു. സ്വാതി ചായയുമായി അകത്തേക്ക് വന്നു. അരുൺ ഘോഷിനുള്ള ചായ അവൾ കയ്യിൽ നൽകി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ സ്വാതിയെ പരിചയപ്പെടുത്താനൊന്നും പോയില്ല. ഒഴിഞ്ഞ കപ്പുമായി സ്വാതി അകത്തേക്ക് പോയപ്പോൾ അരുൺ ഘോഷ് പറഞ്ഞു, അവൾക്ക് വലിയ നിർബന്ധം ഞാൻ തന്നെ കൈപിടിച്ചു കൊടുക്കണമെന്ന്. ഭർത്താവ് നിറഞ്ഞ മനസ്സോടെ കെട്ടിക്കൊടുക്കുന്ന പെണ്ണായിട്ട് വേണമത്രേ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. വക്കീലിന് ഇതുവരെ കേൾക്കാത്തൊരു കേസ് കെട്ടായി തോന്നുന്നുണ്ടോ? അരുൺ ഘോഷിൻ്റെ ചോദ്യം ഞാൻ കേട്ടതായി ഭാവിച്ചില്ല. ഇപ്പോൾ അരുൺ ഘോഷിൻ്റെ ബിസിനസ് നല്ല നിലയിലാണ്. മൊബൈൽ റിപ്പയറിംഗ് പഠിച്ചു. ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ടൗണിലെ തിരക്കുള്ള മൊബൈൽ സർവീസ് ഷോപ്പാണ്. അരുൺ ഘോഷ് യാത്ര പറഞ്ഞു പോയി. എല്ലാം കേട്ടിരുന്ന് സ്വാതി എന്നോട് ചോദിച്ചു, അയാൾ മക്കളോട് എന്തു പറയും? അമ്മയെ അച്ഛൻ കെട്ടിച്ചു വിട്ടെന്നോ? അതിന് എനിക്ക് മറുപടിയില്ലായിരുന്നു. ആപ്പീസിലെ തിരക്കുകൾ കഴിഞ്ഞപ്പോൾ വണ്ടിയുമെടുത്ത് പുറത്തേക്കിറങ്ങി. സ്വാതിയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സപ്ലൈ ഓഫീസ് വളപ്പിൽ പൂമരത്തിന് താഴെ കാർ പാർക്ക് ചെയ്ത് മുകളിലെ നിലയിലേക്ക് നടന്നു. വീട്ടിൽ താമസമില്ലാത്ത ആളെ റേഷൻ കാർഡിൽ നിന്ന് എങ്ങനെ നീക്കം ചെയ്യണമെന്ന് സെക്ഷനിൽ ചെന്ന് ചോദിച്ചു പോരാൻ ഭാവിച്ച് വീണ്ടും പിന്തിരിഞ്ഞ് ശരവണൻ സാറിനെ അന്വേഷിച്ചു. ശരവണൻ ജൂനിയർ സൂപ്രണ്ടായിരുന്നു. അരുൺ ഘോഷിൻ്റെ വക്കീലാണെന്ന് പരിചയപ്പെടുത്തി. സംസാരിക്കാനുണ്ടെന്നറിയിച്ച് ക്യാൻറ്റീനിലേക്ക് കൂടെ കൂട്ടി. ശരവണൻ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ സംസാരിക്കുന്നു. മറ്റൊരുവൻ്റെ ഭാര്യയെ തന്നെ കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചു. വേറെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. അതിലാരെയെങ്കിലും കല്യാണം കഴിച്ച് പാവം അരുൺ ഘോഷിനെ വെറുതെ വിട്ടുകൂടെ? ക്യാൻറ്റീനിലിരുന്ന് സംസാരിക്കാൻ ശരവണന് താല്പര്യമില്ല. അവിടെ അയാളെ അറിയുന്ന നിരവധി പേരുണ്ടായിരുന്നു. രണ്ടുപേരും എതിർവശത്തുള്ള പബ്ലിക് ലൈബ്രറിയിലേക്ക് നടന്നു. പുറത്തെ ചാരുബെഞ്ചിലിരുന്നു. അവർക്ക് മുകളിൽ ശീതളമായൊരു നിഴലൊരുക്കി വൻ വൃക്ഷങ്ങൾ പന്തലിച്ചു. വലിയൊരു കർഷക കുടുംബത്തിലായിരുന്നു ശരവണൻ്റെ ജനനം. തറവാട്ടിലെ ആകെയുള്ള ആൺസന്തതിയായിരുന്നു ശരവണൻ്റെ അച്ഛൻ പുരുഷോത്തമൻ. വലിയ ലാളനയേറ്റു വളർന്ന പുരുഷോത്തമൻ കർക്കശ സ്വഭാവക്കാരനായി. പുരുഷോത്തമൻ്റെ മൂത്ത മകനായ ശരവണൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. കടത്ത് കടന്നു വേണം സ്കൂളിലെത്താൻ. കടത്ത് ബോട്ടിൻ്റെ ഡ്രൈവർ ദാമുവേട്ടൻ്റെ മകളായിരുന്നു അരുൺ ഘോഷിൻ്റെ ഭാര്യ അലീന. ശരവണൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് അലീനയും പഠിച്ചിരുന്നത്. അലീനയുടെ ഇരിപ്പിടം എപ്പോഴും ദാമുവേട്ടൻ്റെ ക്യാബിനിലാണ്. ബോട്ടിൽ തിക്കും തിരക്കും കൂടിയാൽ ദാമുവേട്ടൻ ശരവണനെയും വിളിച്ച് അകത്തിരുത്തും. ഞങ്ങളുടെ കുടുംബം നൽകിയ 10 സെൻറ്റിലായിരുന്നു ദാമുവേട്ടനും ഭാര്യ വനജയും മകളും താമസിച്ചിരുന്നത്. വനജേടത്തി ശരവണൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അലീനയെ ശരവണന് ഇഷ്ടമായിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. ജോലി കിട്ടിയതിനു ശേഷം അമ്മ വഴി അഭിലാഷം അച്ഛനെ അറിയിച്ചു. പുരുഷോത്തമൻ കർക്കശക്കാരൻ മാത്രമായിരുന്നില്ല, ബുദ്ധിമാനുമായിരുന്നു. ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. ശരവണനെയും കൂട്ടി തട്ടിൻ മുകളിലേക്ക് പോയി. നീ അലീനയെ കല്യാണം കഴിക്കുന്നതിന് അച്ഛന് സമ്മതിക്കാൻ കഴിയില്ല. വേറെ ഏതു പെണ്ണിനെയായാലും ഞാൻ സമ്മതിക്കുമായിരുന്നു. നീ കൂടുതലൊന്നും ചോദിക്കരുത്. അമ്മയോട് പറയരുത്. അലീന നിന്റെ പെങ്ങളാണ്. ശരവണനെ നിഷ്ക്രിയനാക്കി നിർത്തിയ വാചകം അതിലെല്ലാം അടങ്ങിയിരുന്നു. അവനെ തനിച്ചാക്കി അച്ഛൻ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ശരവണൻ്റെ മനസ്സിൽ നിന്നും അയാൾ എന്നേക്കുമായി പടിയിറങ്ങുകയായിരുന്നു. ശരവണന് ദാമുവേട്ടനെ ഓർമ്മ വന്നു. അവന് ദാമുവേട്ടനെ എന്തൊരു വാത്സല്യമായിരുന്നു. ഇനി അയാളുടെ മുഖത്തെങ്ങനെ നോക്കും?
ട്രാൻസ്ഫർ തലസ്ഥാന നഗരിയിലേക്ക് വാങ്ങുകയാണ് ആദ്യം ചെയ്തത്. അച്ഛൻ പറഞ്ഞ വിശേഷം ആരെയും അറിയിക്കാതെ ശരവണൻ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. പുരുഷോത്തമൻ മറ്റു പല വിവാഹാലോചനയും കൊണ്ടുവന്നെങ്കിലും ശരവണന് അതൊന്നും സമ്മതമായിരുന്നില്ല. അലീനയെ അരുൺ ഘോഷ് കല്യാണം കഴിച്ചു. ശരവണൻ അവിവാഹിതനായി തുടർന്നു. അലീനയെ വിവാഹം ചെയ്യാൻ സാധിക്കാത്തതിലുപരി അയാളെ വേദനിപ്പിച്ചത് അച്ഛൻ അമ്മയോടും ദാമുവേട്ടനോടും ചെയ്ത ചതിയായിരുന്നു. ഒരിക്കൽ പോലും വനജേടത്തി അച്ഛനോട് അടുപ്പം കാണിക്കുന്നത് ശരവണൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയില്ല. പല നാടുകളിലായി ജോലി ചെയ്തു വരികയായിരുന്നു. പിന്നീട് കുറച്ചുകാലം നാട്ടിൽ നിന്നത് അച്ഛൻ അത്യാസന്ന നിലയിൽ കിടപ്പ് രോഗിയായി കഴിഞ്ഞ സമയത്തായിരുന്നു. ശരവണൻ വിവാഹം കഴിക്കാത്തതിൽ അയാൾക്ക് വിഷമമുണ്ട്. ഒരാളോടും പറയാതെ രഹസ്യമായി കൊണ്ടു നടന്ന ആ വിശേഷം നുണയാണെന്ന് ശരവണൻ അറിയുന്നതുവരെ പുരുഷോത്തമന് മരിക്കാൻ കഴിയില്ല. മകനെ അടുത്തു കിട്ടിയപ്പോൾ പുരുഷോത്തമൻ കരയുകയും എന്തൊക്കെയോ എണ്ണിപ്പറക്കുകയും ചെയ്തു. അവസാനം ശാന്തനായി ശരവണനോട് വർഷങ്ങളായി മൂടിവെച്ച സത്യം പറഞ്ഞു. നിന്റെ ജീവിതം തുലച്ചവനാണ് ഞാൻ. അലീന എൻ്റെ മകളല്ല. വനജയുമായി എനിക്കൊരു ബന്ധവുമില്ല. കല്യാണം മുടക്കാൻ തൽക്കാലം എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അപ്പോൾ എൻ്റെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച കള്ളമായിരുന്നു അത്. അലീനയുടെ വിവാഹം കഴിഞ്ഞു പോയാലെങ്കിലും നിന്റെ മനസ്സ് മാറുമെന്ന് കരുതിയാണ് അരുൺ ഘോഷുമായുള്ള അവളുടെ വിവാഹം ഞാൻ മുൻകൈയെടുത്ത് നടത്തിയത്. നീ ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ടു നടന്നു. മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ സ്വയം പീഡിപ്പിച്ചു. ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല. നീ എനിക്ക് വാക്ക് തരണം. കല്യാണം കഴിച്ച് കുടുംബമായി കഴിയണം. നിന്റെ കല്യാണം കഴിയുന്നതുവരെ ഞാൻ ജീവിച്ചിരിക്കും. അച്ഛൻ്റെ വാക്കുകൾ കേട്ട് ഉരുകിയില്ലാതായി. താൻ അലീനയോട് ചെയ്ത അനീതിക്കൊരു ന്യായീകരണമുണ്ടെന്ന വിശ്വാസമായിരുന്നു. അലീനയോട് മാപ്പ് പറയണമെന്ന ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. സന്ദർഭമൊത്തു വന്നാൽ അലീനയെ കണ്ട് പഴയ പ്രണയം തളിർക്കാൻ അനുകൂല സാഹചര്യം അവൾക്ക് അരുൺ ഘോഷിനെ മടുത്തിരുന്നു. അച്ഛൻ ജീവച്ഛവമായി കിടക്കുന്നുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് സമാധാനമായി മരിക്കാൻ സാധിക്കുകയുള്ളൂ. കുടുംബമഹിമ നോക്കി മകൻ്റെ ജീവിതം പാഴാക്കിയ ആളാണെങ്കിലും അച്ഛനല്ലേ. അമ്മയെ വഞ്ചിച്ചിട്ടില്ലെന്ന സമാധാനമുണ്ടല്ലോ. വധു അലീനയാണെന്ന് അച്ഛനോട് പറഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം അലീനയെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ബോധവും ബോധമില്ലായ്മയും തമ്മിലുള്ള മത്സരത്തിനിടയിൽ ശ്വാസം നിലയ്ക്കുക മാത്രമേ ആവശ്യമുള്ളൂ. അതെപ്പോൾ വേണമെങ്കിലുമാകാം. എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല. ഇക്കാര്യത്തിൽ അരുൺ ഘോഷിനറിയാതെ അലീനയെ ശരവണന് നൽകുക. അതാണ് ശരി. വിവാഹബന്ധം വേർപെടുത്താനും കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാനുമൊക്കെ ഞാൻ മുൻകൈയെടുത്തു. ചടങ്ങിൽ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അരുൺ ഘോഷ് അലീനയുടെ കൈ ശരവണൻ്റെ കയ്യിൽ വെച്ചുകൊടുത്തു. മുൻ ഭർത്താവിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന ആദ്യ വിവാഹമായി ശരവണൻ്റേത്. സ്വാതി അഭിഭാഷക ജീവിതത്തിൻ്റെ ആരംഭദിശയിൽ കൂടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കൂടെ കൂടുകയും ചെയ്യില്ലായിരുന്നു. പ്രാരംഭ കാലഘട്ടം എത്ര തിക്താനുഭവങ്ങൾ നിറഞ്ഞതായിരുന്നു. അഭിഭാഷകനായി എൻറോൾ ചെയ്തപ്പോൾ തുടങ്ങി കൂടെയുണ്ടായിരുന്ന സുഹൃത്തായിരുന്നു മാത്യു. കുറിക്കമ്പനിയിൽ തവണ സംഖ്യ പിരിക്കുന്ന ഏജന്റായി ചേർന്ന് സ്വന്തമായി ഒരു കുറി ഇടപാട് സ്ഥാപനം കെട്ടിപ്പടുക്കിയെടുത്ത ആളായിരുന്നു മാത്യു. കുറിസംഖ്യ അടക്കാത്തവർക്കെതിരെ ചെക്ക് കേസുകൾ നൽകുവാൻ ഏൽപ്പിച്ചു തുടങ്ങി. ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമോപദേശകനായി. പെറ്റി കേസ് സംഘടിപ്പിച്ചു നൽകാനും വാഹനാപകട കേസുകൾ നൽകാനും ആളുകളുണ്ടായി. ചെറിയ തോതിലുള്ള രാഷ്ട്രീയ പിന്തുണയും കൂടിയായപ്പോൾ ജീവിച്ചു പോകാമെന്നായി. എത്ര പേരുകേട്ട സീനിയറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്താലും സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കേസുകൾ വരണമെന്നില്ല. അങ്ങനെ പരാജയപ്പെട്ട നിരവധി പേരുണ്ട്. കാര്യമായ നിയമപരിജ്ഞാനമില്ലെങ്കിലും സുഖമായി പിഴച്ചു പോകുന്ന ആളുകളുമുണ്ട്. അതെല്ലാം പൊരുതി നേടിയെടുക്കുന്നത് കഴിവുള്ളവരാണ്. അവസാനം സമൂഹത്തിൽ മാന്യതയും പല സ്ഥാനങ്ങളും നേടിയെടുത്ത് വിജയശ്രീ ലാളിതനായി വിരാജിക്കും. അവർ അഭിഭാഷക വൃത്തി കുലീനമാണെന്ന് ഉദ്ഘോഷിക്കും. സ്വാതി ആവശ്യപ്പെട്ട പ്രകാരമാണ് മരിയയെ വീട്ടുജോലിക്കാരിയായി കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസ്തരായ ഒരാളെ ലഭിക്കാൻ വളരെ പ്രയാസമാണ്. മരിയ കോഴിവെട്ട് പണി ചെയ്യുന്നു. പൂവെറുത്തിടുന്ന ലാഘവത്തോടെ കോഴികളെ കശാപ്പ് ചെയ്യുന്ന രീതി എപ്പോഴും അവളുടെ കുറ്റകൃത്യത്തെ ഓർമ്മിപ്പിച്ചു. 2 പെൺമക്കളെ തലയറുത്തു കൊന്ന് ജയിലിൽ പോയ പാരമ്പര്യമുണ്ട്. സ്കൂൾ വിട്ട് നേരത്തെ വന്ന കുട്ടികൾ അമ്മയുടെ അവിഹിതം കാണുകയും അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ മറ്റൊന്നും നോക്കാതെ കഴുത്തറുത്തു കൊന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി. കോഴിക്കടയിൽ ജോലിക്ക് കയറി. സ്വാതിയുടെ പരിചയക്കാരിയാണ്. വിശ്വസിക്കാമെന്ന് ശുപാർശ ചെയ്തു. പല രാത്രികളും ഉറക്കം വരാത്തവനായിരുന്നു. സ്വാതി പകൽ മുഴുവൻ കിടന്നുറങ്ങി എൻ്റെ രാത്രികൾക്ക് കാവലിരുന്നു. വായന മടുക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. സ്വാതി ഒരു വർത്തമാന കൊതിച്ചിയാണ്. അവൾക്ക് മറ്റൊന്നും ആവശ്യമില്ല. മരിയ വന്നതിൽ പിന്നെ അവൾ രസകരമായ കഥകൾ പറയാൻ തുടങ്ങി. കോടതി കയറിയിറങ്ങലും ജയിൽ ശിക്ഷയുമൊക്കെ അവൾക്ക് പലരുടെയും അണിയറ രഹസ്യങ്ങൾ വെളിവാക്കി കൊടുത്തിരുന്നു. കേശുവക്കിൽ കള്ളന്മാരുടെ വേശ്യകളുടെയും വക്കാലത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. പോലീസ് കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ
മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി ജയിലിലേക്ക് റിമാൻഡ് ചെയ്യും. ജയിലിൽ കിടന്ന് 1 മാസമൊക്കെ കഴിയുമ്പോൾ കേശുവക്കീലിൻ്റെ അടുത്തേക്ക് കള്ളൻ്റെ ആളുകൾ വരും. മിക്കവാറും വേറെ കള്ളന്മാർ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന കള്ളൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ ജാമ്യഹർജി നൽകും. ജാമ്യക്കാരെ സംഘടിപ്പിക്കലുമൊക്കെ കേശുവക്കീലിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അന്നു രാത്രി കേശുവക്കീലിനെ കാണാൻ ആപ്പീസിൽ ആള് വരും. വക്കീലിൻ്റെ ഫീസ് ഭ്രാന്തമായി കയ്യിലെത്തും. ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉത്തരവ് കൈമാറുകയുള്ളൂ. പെരുങ്കള്ളൻ യാദവ് ജയിലിലെത്തിയത് മോഷണ ശ്രമത്തിനിടയിൽ പിടിക്കപ്പെട്ടാണ്. യാദവിൻ്റെ മോഷണരീതി സവിശേഷമായിരുന്നു. ഉദാസീനമായി ഉയർന്നു കിടക്കുന്ന വീടുകളിൽ മോഷണം നടത്തുന്നയാൾ. മോഷണം എന്ന് പറയുന്നതിനേക്കാൾ പിടിച്ചുപറി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. നേരത്തെ കണ്ടുവച്ച വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ നേരെ അകത്തേക്ക് കയറും. സ്ത്രീകളുടെ കമ്മൽ, മാല എന്നിവ പിടിച്ചുപറിക്കും. മിക്കവാറും സ്ത്രീകൾ വലിയ വായിൽ കരഞ്ഞ് കുഴഞ്ഞു വീഴും. പ്രത്യാക്രമണത്തിന് മുതിരുന്നവർ വിരളം. നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിലൊതുങ്ങുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളുമെടുത്ത് യാദവ് സ്ഥലം വിട്ടിരിക്കും. രാത്രി വാതിൽ കുത്തി തുറന്നും ജനൽക്കമ്പി വളച്ചും അകത്ത് കയറുന്ന മോഷ്ടാക്കളെ ഓർത്ത് യാദവിന് സഹതാപം തോന്നാറുണ്ട്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഉച്ചയ്ക്ക് പുരുഷന്മാർ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഊണ് തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും വീട്ടമ്മ. പുറകിലൂടെ ദ്രുതഗതിയിൽ ചെന്ന് മാലയിൽ പിടുത്തമിട്ട മോഷ്ടാവിന് പുറകിൽ നിന്നും തലയ്ക്ക് കിട്ടിയ അടിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചില്ല. വർക്കേരിയയിലിരുന്ന് ചക്ക നന്നാക്കിയിരുന്ന ജോലിക്കാരി ഇരുന്നിരുന്ന മുട്ടിപ്പലകയെടുത്ത് കള്ളൻ്റെ തലയ്ക്ക് മേടി. യാദവ് അങ്ങനെയെങ്കിലും ജാമ്യമെടുക്കാൻ കേശുവക്കീലിനെ ഏർപ്പാടാക്കണമെന്നുണ്ട്. യാദവിന് ശേഷം തറവാട്ടിലേക്ക് വന്ന ബൈക്കിലെത്തിയ മാല മോഷ്ടിക്കുന്ന 19കാരനും ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയി. അവസാനം ഒരു ഇൻലൻഡ് സംഘടിപ്പിച്ച് യാദവ് കേശുവക്കീലിന് എഴുതി. പുറത്തിറങ്ങി 2 ദിവസത്തിനുള്ളിൽ ഫീസ് എത്തിക്കാമെന്ന വാഗ്ദാനമായിരുന്നു കത്തിൽ. കേശുവക്കീലിനറിയാം കള്ളം പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെന്ന്. കേശുവക്കീൽ യാദവിന് ജാമ്യമെടുത്തു കൊടുത്തു. 2 ദിവസവും മോഷ്ടിക്കാൻ പറ്റിയ വീടന്വേഷിച്ച് നടന്ന് പറ്റിയതൊന്ന് കണ്ടെത്താൻ കഴിയാതെ അയാൾ നിരാശനായി. മോഷ്ടിക്കാൻ കയറി പിടിക്കപ്പെട്ട വീട്ടിൽ കയറുന്നതിന് മുന്നേ അയാൾക്ക് ഒരു വശപ്പിശക് തോന്നിയിരുന്നു. ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ഉള്ളിലെ ആശങ്ക കൂടി വരികയായിരുന്നു. ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപികയുടെ വീട്. ഭാര്യയും ഭർത്താവും ജോലിക്കാരിയും കൂടി താമസം. മക്കൾ സ്റ്റേറ്റ്സിലായതിനാൽ അവർക്ക് മാതാപിതാക്കളുടെ സമ്പാദ്യം ആവശ്യമുണ്ടായിരുന്നില്ല. ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു വരുന്ന ടീച്ചറുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച് അബദ്ധമായി. മോഷണത്തിന് വിധേയമാകുന്ന വീടുകൾ ധർമ്മച്യുതി സംഭവിച്ചതായിരിക്കും. കള്ളപ്പണമായോ സാധുക്കളെ പിഴിഞ്ഞോ ചതിയിലൂടെയോ സമ്പാദിച്ചതായിരിക്കും. നേരും നിറയുമുള്ള വീടുകളിൽ നിന്ന് മോഷ്ടിക്കാൻ സാധിക്കില്ലെന്ന് അറിവ് പരിചയസമ്പന്നതയാൽ നേടിയെടുത്തതാണ്. അതൊരിക്കലും പിഴക്കാറില്ല. 2ാമത്തെ ദിവസം ഇതാ കഴിയാൻ പോകുന്നു. കേശുവക്കീൽ ആപ്പീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഫീസ് എത്തിക്കണം. വാക്കുപാലിക്കാതിരുന്നാൽ അതൊരു ചതിയാകും. പിന്നീട് പിടിക്കപ്പെടുന്ന കള്ളന്മാരുടെ വാക്ക് വക്കീൽ വിശ്വസിക്കാതാവും. വർഗവഞ്ചകനെന്ന് തൻ്റെ കൂട്ടർ മുദ്രകുത്തും. അത് സംഭവിക്കാൻ പാടില്ല. വിഷണ്ണനായി അമ്പറമ്പിൽ തെക്കുവടക്ക് നടക്കെ മൂല്യച്യുതി സംഭവിച്ച ഒരു വീട് മനോമുകുരത്തിൽ തെളിഞ്ഞു. കേശുവക്കീൽ ആപ്പീസ് അടയ്ക്കുന്നതിന് മുന്നേ യാദവ് ഓടിയെത്തി. ഫീസ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് കാൽ തൊട്ട് വന്ദിച്ചു. കേശുവക്കീൽ താനത് അർഹിക്കുന്നുണ്ടെന്ന മട്ടിൽ ഇരുന്നു. ഗുരുക്കന്മാരെ വന്ദിക്കുന്നൊരേർപ്പാട് തൊഴിലിൽ ഉള്ളതാണെന്ന് പിറുപിറുത്ത് യാദവ് പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി. കേശുവക്കീൽ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പതിവ് പോലെ സീരിയൽ കാണുന്നുണ്ടായിരുന്നു. ഇരിക്കുന്നിടത്ത് നിന്ന് തലപൊക്കി നോക്കുക പോലും ചെയ്യാതെ സീരിയലിൽ മുഴുകി അവൾ ഇരുന്നു. കിടപ്പുമുറിയിൽ ലാപ്ടോപ്പിൽ മുഖം പൂഴ്ത്തി മകൾ. ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഊരിമാറ്റി ഒരു ടവലെടുത്ത് കേശുവക്കീൽ കുളിമുറിയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് വസ്ത്രങ്ങളെടുക്കാൻ ബെഡ്റൂമിലേക്ക് ചെന്നു. അലമാര തുറന്നു കിടക്കുന്നു. വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ച് പുറത്തിട്ടിരിക്കുന്നു. പുറത്തു വെച്ച ചെറിയ ബീഫ് കേസ് കാണുന്നില്ല. അങ്ങനെ കേശുവക്കീലിനെ പറ്റിച്ച് കള്ളൻ യാദവ് കടന്നു കളഞ്ഞു. കള്ളന്മാരുടെ കേസ് കൂടാതെ കേശുവക്കീലിന് താൽപ്പര്യമുള്ളത് സെക്സ് വർക്കേഴ്സിൻ്റെ കാര്യത്തിലായിരുന്നു. ഏതെങ്കിലും സ്ത്രീകൾക്ക് നിയമപ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ തന്നെ അവരുടെ വേണ്ടപ്പെട്ടവർ കേശുവക്കീലിൻ്റെ അടുത്തെത്തും. ജാമ്യം ലഭിക്കാൻ എളുപ്പമുള്ള കേസുകളായിരുന്നു അവ. ഇക്കാര്യത്തിൽ അയാൾ ഉദാരമനസ്കനായി. കക്ഷികൾ ഫീസ് നൽകേണ്ടതില്ല. പ്രതിഫലമായി കേശുവക്കീലിൻ്റെ ടൗണിലെ ഫ്ലാറ്റ് അടുത്ത ദിവസം രാത്രി എത്തിയാൽ മതി. തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അവരുടെ ജീവിതകഥ മാത്രം അറിഞ്ഞാൽ മതി. ജനനം മുതൽ മരണം വരെയൊന്നും പറയണ്ട. സെക്സ് വർക്കറാവാനുള്ള സാഹചര്യം, പിന്നെ ഇതുവരെ ഇടപാടുകാരിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചറിയണം. ഇത് കേട്ടാൽ നിങ്ങൾക്കും തോന്നും കേശുവക്കീൽ പുസ്തകം എഴുതാൻ പോവുകയാണെന്ന്. അങ്ങനെയല്ല. ഒരിക്കൽ കേസിൽ ജാമ്യമെടുത്തു കൊടുത്ത മൃണാളിനി എന്ന സെക്സ് വർക്കർ അവർക്ക് ബോധിച്ച പുരുഷൻ്റെ മാനറിസങ്ങൾ അവതരിച്ചപ്പോൾ ഒരു നിമിഷം കേശുവക്കീലിനും അങ്ങനെയായി പോയെന്ന് അവർക്ക് തോന്നിയത്രേ. മൃണാളിനിയുടെ പുരുഷൻ മണമില്ലാത്ത മദ്യം കഴിക്കുന്നയാളായിരുന്നു. ആലിംഗനം ചെയ്ത് അവളുടെ ശരീരമാസകലം മൂക്കുകൊണ്ടുരസുന്നയാൾ. റബ്ബർ കൊണ്ട് മായ്ച്ചു കളയുന്ന പെൻസിൽ വരകൾ കണക്കെ അയാൾ മൂക്കുരസി അവളുടെ ശരീരം ശുദ്ധീകരിക്കും.
ആഹ്ലാദത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾ വലയം പ്രാപിച്ച് അവൾ ഉറങ്ങിപ്പോകും. രതിയുണർന്ന സമൃദ്ധമായ ശരീരഭാഗങ്ങൾ മുഖം ചേർത്ത് പുണർന്ന് അയാൾ ആ ദിവസം ആഘോഷിക്കും. ആ ദിവസം കേശുവയ്ക്കൽ മൃണാളിനിയുടെ പുരുഷനായിട്ടായിരിക്കും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴയാളുടെ മൂക്ക് ഭാര്യയുടെ മൃദുമേനിയിൽ ഉരസുന്നതിനായി വെമ്പൽ കൊള്ളുകയായിരിക്കും. രതിയുടെ വ്യത്യസ്ത തലങ്ങളിൽ മേഞ്ഞു നടന്നിട്ടും മതിവരാത്ത പത്നിയെ തൃപ്തിപ്പെടുത്തുവാനുള്ള മാർഗങ്ങളായിരുന്നു അയാൾക്ക് അതൊക്കെ. സ്വാതി വീട്ടുകാരിയായി വന്നതിന് ശേഷം ഭക്ഷണകാര്യത്തിൽ ചിട്ടവട്ടങ്ങളായി. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ തുടങ്ങി. യാത്രകളിൽ ഭക്ഷണപ്പൊതികളിൽ സ്വാതിയുടെ രുചിക്കൂട്ട് ഒപ്പമുണ്ടാകും. സ്വാതി എന്നോടൊത്ത് താമസം തുടങ്ങുന്നതിന് മുൻപ് ആരോരുമില്ലാത്ത വിധവകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നു. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സഹായധനം സ്വരൂപിച്ച് വിധവകൾക്കായി ഒരു സത്രം നടത്തി. ജീവിതം വഴിമുട്ടിയ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് സത്രത്തിൽ താമസത്തിന് തിരഞ്ഞെടുത്തിരുന്നത്. മരിച്ചുപോയതോ വിവാഹമോചനം നേടിയതോ ആയ ഭർത്താക്കന്മാരെ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരായിരുന്നു പലരും. അവർക്കാർക്കും നിറമുള്ള സ്വപ്നങ്ങൾ കെട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന ഭാവമായിരുന്നു പലർക്കും. പ്രണയവും സ്വപ്നങ്ങളും വർത്തമാനകാലത്തിൽ ഒളിപ്പിച്ചു നടക്കുന്നവരായിരുന്നു അവർ.